നമസ്കാരം. തൃശൂർ പിടിരൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ കേദർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കവെയാണ് മൃതദേഹം ഉത്തരാഖണ്ഡിൽ കണ്ടെത്തിയതെന്ന് വിവരം പറയുന്നു. ഇതോടെ കേസ് അന്വേഷിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം പ്രേംകുമാറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയാഘാതത്താലാണ്. ആത്മഹത്യയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിലും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. നേരത്തെ കൊടും കുറ്റവാളിയായ ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനിടയിലാണ് പ്രേംകുമാർ മരിച്ചെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. 3 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പ്രേംകുമാർ. ഭാര്യ രേഖയും അമ്മ മണിയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടുപോയത്. രേഖയെ കൊലപ്പെടുത്തിയ ശേഷമാണ് മണിയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. രേഖയെയും അമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാത്രി 10:30 ഫോറൻസിക് ഡോഗ് സ്ക്വാഡുമെല്ലാം എത്തിയ ശേഷം വന്ന മറ്റൊരു പോലീസ് സംഘമാണ് ഇയാൾ ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന വിവരം പുറത്തു കൊണ്ടുവന്നത്. വിവാഹശേഷം 1 മാസം എറണാകുളത്ത് ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് ഇരുവരും താമസിച്ചിരുന്നത്. പിന്നീട് കോഴിക്കോട്ടേക്ക് പോയി. പുതുക്കാട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ രേഖയെ അവിടെ സൂപ്പർവൈസറാക്കി. TTC പാസ്സായ തനിക്ക് ഈ ജോലി താല്പര്യമില്ലെന്ന് പ്രേംകുമാറിനോട് രേഖ പറഞ്ഞിരുന്നു. നേരത്തെ കാറളത്തും പാലക്കാടും സ്കൂളുകളിൽ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള രേഖ PSC സപ്ലിമെന്ററി പട്ടികയിലുമുണ്ട്. ഹോട്ടലിൽ നിന്നുള്ള രേഖയുടെ ശമ്പളം വാങ്ങിയിരുന്നത് പ്രേംകുമാറാണ്. റൂറൽ പോലീസ് 3 ഭാഷകളിൽ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടേതായിരുന്നു. എറണാകുളം, കോട്ടയം, തൊടുപുഴ, തിരുവനന്തപുരം തുടങ്ങി 10 ഇടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തി. ഹോട്ടൽ മാനേജറായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുകയുമുണ്ടായി. ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ആരുമായും ഇയാൾ വലിയ ബന്ധം പുലർത്തിയിട്ടില്ല. സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. പ്രേംകുമാർ ഭാര്യ രേഖയുടെ അമ്മ മണിയുടെ പേരിലും മൊബൈൽ സിം എടുപ്പിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഈ സിം കാർഡുമായാണ് പ്രേംകുമാർ ഒളിവിൽ പോയതെന്നാണ് പുറത്തുവന്ന വിവരം. രേഖയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിപ്പിച്ചായതാണ് സഹോദരി പോലീസ് അറിയിച്ചത്. പ്രേംകുമാർ സ്വന്തം ഫോൺ വളരെ കുറച്ചേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഭാര്യയുടെ ഫോണാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. രേഖയുടെ ഫോണിൽ നിന്ന് പലരെയും പ്രേംകുമാർ വിളിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ ഒട്ടേറെ സിനിമകളിൽ സൈക്കോ കില്ലർമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുകളെ സിമ്പിളായി കൊന്നുതല്ലുന്ന കില്ലന്മാർ. സമാന സ്വഭാവക്കാരനാണ് പ്രേംകുമാർ. MBA വരെ പഠിച്ചിട്ടുമുണ്ട്. ഒട്ടേറെ ഹോട്ടലുകളിൽ മാനേജറായി ജോലി നോക്കിയിട്ടുമുണ്ട്. ഓരോ ഹോട്ടലിലും 10-15 ദിവസം ജോലി ചെയ്യും, പിന്നെ അവിടെ തുടരില്ല. പ്രത്യേകതരം പ്രകൃതമാണ് ഇയാൾക്ക്. സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ട പഴയ സഹപാഠിയോടും പ്രേമം തോന്നി അടുത്തുകൂടി. ആ സഹപാഠിക്കൊപ്പം ജീവിക്കാൻ മോഹിച്ച് ഭാര്യയെ കഴുത്തു തിരിച്ചു കൊന്നു. സഹപാഠിയും പ്രേംകുമാറും ജയിലിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം സഹപാഠി പ്രേംകുമാറിനെ ഉപേക്ഷിച്ചു. കുറ്റവാളിയുടെ മനസ്സ് ആ സഹപാഠി തിരിച്ചറിഞ്ഞിരിക്കണമെന്നാണ് നിഗമനം.